2026 മുതൽ 2030 വരെ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ സംബന്ധിച്ച് ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത്. കേരളത്തിലെ 18 മുതൽ 35 വയസ്സ് വരെയുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. പക്ഷേ ഓരോ വർഷവും ഏകദേശം 4 ലക്ഷത്തോളം യുവാക്കളാണ് ഉന്നത പഠനത്തിനും ജോലിക്കുമായി കേരളം വിട്ട് പോകുന്നത്. പഴയകാല പാർട്ടി ലോയൽറ്റി അല്ല ഇന്നത്തെ യുവാക്കൾക്ക്. അവർ നോക്കുന്നത് റിസൾട്ടാണ്. സ്ലോഗൻ അല്ല അവർക്ക് വേണ്ടത്, സൊല്യൂഷനാണ് അവർക്ക് വേണ്ടത്. ഇൻഫർമേഷൻ വിരൽത്തുമ്പിലുള്ള ഈ കാലത്ത് സോഷ്യൽ മീഡിയ സ്വാധീനം വോട്ട് ബാങ്കുകളെ അട്ടിമറിച്ചേക്കാം. ഒരു വശത്ത് വികസനത്തിൻ്റെ വലിയ അവകാശവാദങ്ങൾ, മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മയും, കുടുംബ രാഷ്ട്രീയത്തിനും ജാതി സമവാക്യങ്ങൾക്കും അപ്പുറം സ്വന്തം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നവർക്ക് വോട്ട് നൽകാൻ ജനങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു ലോങ് ടൈം രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. 2026 മുതൽ 2030 നിർണായകമാകുന്ന ഡിജിറ്റൽ സ്വാധീനവും കൃത്യമായ ആശയവിനിമയമാകും ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കുന്നവർക്ക് മാത്രമേ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് കരുതുന്നു? 2026 കേരളം ആർക്കൊപ്പം നിൽക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.